പേരാമ്പ്രയിൽ അത്യാഹിതം ഉണ്ടാകണമെന്ന് പോലീസ് ആഗ്രഹിച്ചിരുന്നുവെന്നും ഷാഫി ചെന്നതുകൊണ്ടാണ് അതൊഴിവായതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏത് നേതാവ് പറഞ്ഞിട്ടാണ് ഷാഫി അടിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കണമെന്ന് പി കെ ഫിറോസ് ആവശ്യപ്പെട്ടു. ഷോയുമായി ഷാഫി ഇനിയും വന്നാൽ കനത്ത രീതിയിൽ പ്രതികരിക്കേണ്ടി വരുമെന്ന് വി കെ സനോജ് പറഞ്ഞു. പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫിക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് വി വസീഫും ആരോപിച്ചു. ഇവിടുത്തെ റൂറൽ SP ഉണ്ട്, വൺ മിസ്റ്റർ ബൈജു. അയാൾക്ക് ഈ ഗവൺമെന്റ് IPS കൺഫർ ചെയ്ത് കൊടുത്തത് തന്നെ മുൻകാലങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ പാരിതോഷികമായിട്ടാണ്. അപ്പോൾ ശ്രീ ബൈജു എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ, അയാൾ കള്ളം പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാ? ശ്രീ ബൈജുവിനോട് പറയാനുള്ളത്, ബൈജു റൂറൽ SPയുടെ പണി ചെയ്താൽ മതി. CPM ജില്ലാ സെക്രട്ടറി നടത്തേണ്ടുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ CPM ജില്ലാ സെക്രട്ടറി നടത്തിക്കൊള്ളൂ. അതല്ല, ശ്രീ ബൈജുവും CPM ജില്ലാ സെക്രട്ടറിയെ പോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ CPM നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. അദ്ദേഹമാണെന്ന് മനസ്സിലായി മുഖാമുഖം നിന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തും തലക്കുമൊക്കെ അടിക്കുകയായിരുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇനി അറിയേണ്ടത് ഭരണത്തിലിരിക്കുന്ന ഏത് നേതാവ് പറഞ്ഞിട്ടാണ് പോലീസ് ഇങ്ങനെ ഒരു അക്രമം നടത്തിയത് എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. ഷാഫിയും സംഘവും കരുതുന്നത് ഇങ്ങനെയുള്ള ചില ഷോ കാണിച്ച് UDF കേരളത്തിൽ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് തൽക്കാലം മറികടക്കാം എന്നാണ്. അതുകൊണ്ട് ഇതിനെ മുൻനിർത്തിയിട്ട് കേരളത്തിലാകെ സംഘർഷമുണ്ടാക്കി ഞങ്ങളെ അങ്ങ് ഭയപ്പെടുത്തി കളയാം എന്നൊന്നും ഷാഫി കരുതണ്ട. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം ടീമിന് അല്പം ക്ഷീണമുണ്ട്, അല്പമല്ല കാര്യമായ ക്ഷീണമുണ്ട്. ആ ക്ഷീണം മാറ്റേണ്ടതുണ്ട് എന്ന ഒരു നല്ല ചിന്തയിൽ ഒരു ഇമേജ് ബിൽഡിങ്ങിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക.